എവിടെയാ തമ്പുരാൻ? എന്താ കുട്ടി, എന്തുണ്ടായി? ആരും ഒരാൾ വന്ന് എന്റെ വായ പൊത്തിപ്പിടിച്ചു. തമ്പുരാൻ എവിടെയെന്ന് ചോദിച്ചു. കുട്ടി വന്ന് കിടന്നോളൂ. മോള് നാരായണ ജപിച്ച് കിടന്നാ മതി. സൂര്യ പറഞ്ഞതിലും കാര്യമുണ്ട്. നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. പക്ഷെ എന്താ എങ്ങനെയാന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. 4 പേരും നല്ല സ്നേഹമുള്ളവര്, സ്വഭാവത്തിലും കുറവൊന്നും കാണില്ല. അതിപ്പോ എന്താ? അതെ, തമ്പുരാൻ തന്നെ. അവൻ വന്നു, ധർമ്മരാജ്. രാജശേഖരവർമ്മയ്ക്ക് ഭയമില്ല, ഒട്ടും ഭയമില്ല. എന്തും പ്രതീക്ഷ തന്നെയാണ് കഴിയണേ. ഇനി ഇതങ്ങ് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ ആ ദുഷ്ടം വന്ന് വല്ലതും പ്രവർത്തിക്കാച്ചാ. തനിക്ക് ഭയമുണ്ടോ? ഉടക്കി പോവാ. എന്തിനൊരു അവസാനം ഉണ്ടല്ലോ, അത് ഞാൻ കാണുന്നുണ്ട്. എന്റെ ഗുരുവായൂരപ്പ, ഇനി എന്തൊക്കെ കാണാവൂ. ഒരു കണക്കിന് നമ്മുടെ നാടാ സുഖം. ഇതൊരു മാതിരി ഐസ് കെട്ടേ കയറി ഇരിക്കണ മാതിരി. എന്താ തണുപ്പ്. നല്ല കീറി കീറിക്കോ. ഈ വിവരം തമ്പുരാൻ എങ്ങനെ അറിഞ്ഞാലേ 3 ക്ഷത്രിയന്മാരുടെ പാസ്പോർട്ട് കീറും. മതി മതി, വാചോടി നിർത്ത്. നമുക്ക് കാര്യങ്ങൾ തുടങ്ങാം. ആരാത്? ശല്യമായല്ലോ. ആരാ? ഞാനാ. പിള്ളച്ചേട്ടനായിരുന്നോ? ഞങ്ങള് കരുതി പിള്ളച്ചേട്ടനായിരിക്കുന്നല്ലേ. അങ്ങോട്ട് വലിഞ്ഞു കയറല്ലേ. പിള്ളച്ചേട്ടൻ എന്തായി രാത്രിയിലെ? അല്ലാതെ പുറത്ത് ഭയങ്കര തണുപ്പാ, അതുകൊണ്ട് കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതാ. ഈ തണുപ്പത്തോ? 2 അടിച്ചില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റൂല. മദ്യപിക്കാനൊക്കൂ. അതുകൊണ്ട് എന്റെ പൊന്നു സാറുമാര് എന്നെ ഒന്ന് കഴിക്കാൻ അനുവദിക്കണം. അത് പറ്റില്ല, ഹറാമാണ്. റമ്മാണോന്ന്? റമ്മാണ്. എന്തായാലും ഇവിടെ പറ്റില്ല. പോട്ടെ തമ്പുരാനെ, കഴിക്കട്ടെന്ന്. നമ്മുടെ പിള്ളച്ചേട്ടനല്ലേ, കഴിച്ചോട്ടെ. ചേട്ടൻ നല്ല കീറുമല്ലേ. അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്കൊക്കെ. പക്ഷെ തമ്പുരാൻ അറിയില്ല, അറിഞ്ഞ എന്റെ പണി പോവില്ലേ. അതുകൊണ്ട് കുറച്ച് വെള്ളവും ഇച്ചിരി ഗ്ലാസും തരുമോ? നീ ആ ഗ്ലാസ് എടുത്തേ. കുറച്ച് വെള്ളം എടുക്കാം. ഒഴി 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 ഒഴി. ഇനിയിപ്പോ തമ്പുരാൻ അറിഞ്ഞിട്ട് എന്റെ പണി പോയാലും എനിക്ക് പ്രശ്നമല്ല. അതെന്താ? என்னுடைய ஒரே ஒரு மகன் தங்கப்பன் பிள்ளை, அவன் கல்ஃபிலா. மாசம் 30,000 ரூபாய் அவன் சம்பளம் கிடைக்கும். எல்லா மாசமும் 10,000 ரூபாய் வச்சு அவன் எனக்கு പക്ഷെ ഞാൻ വാങ്ങ മാട്ടേ. കാരണം സ്വന്തമായ ഒരു വരുമാനം കൊണ്ട് ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പിന്നെ കോവിലകത്ത് നിന്ന് വിട്ടു നിൽക്കാൻ ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം തമ്പുരാന്റെ ജീവൻ എന്റെ കയ്യിലാ. രാത്രിയിൽ ഉറക്കമില്ലല്ലോ. 2 അടിച്ചാ പിന്നെ എനിക്ക് ഉറക്കം വരൂല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സൂക്ഷിക്കേണ്ട കാര്യമാ. തുറന്നു പറയാം, നിങ്ങളെല്ലാവരും ഉടനെ ഈ കോവിലകം വിട്ട് പോണം. ആ റോബിക്ക് തമ്പുരാന് നോട്ടമുണ്ട്. അവനാള് ഭയങ്കര പെശക. ഊട്ടിയിലെ ചക്രവർത്തിയാണ് അവൻ. കൊല്ലാനും കൊല്ലാനും മടിയില്ലവന്. നിങ്ങളെ കൈ കിട്ടിയാൽ അവൻ തുണ്ടം തുണ്ടമായി വെട്ടിയരിഞ്ഞ് പിഴിഞ്ഞ് ചാറെടുത്ത് അവൻ കൊക്കയിലെറിയും. ആരും ഓടില്ലേ?
നീ ഒരു ശബ്ദം കേട്ടില്ലേ? ആരാ? ആരാ? പോയി നോക്കാം. ദേ ആരാന്ന് പോയി നോക്കി. ഞാൻ വരുന്നില്ല. എനിക്ക് ഞാൻ വരാം. ഞാൻ വരുന്നില്ല. ഞാൻ വരാം. ആരാത്? എടാ, കള്ളം. രക്ഷിക്കണേ. അച്ഛനോ? ഏതച്ഛൻ? ഈ അച്ഛൻ. നാട്ടിൽ സുഖമായിട്ട് തെണ്ടിത്തിരിഞ്ഞ് നടന്ന എന്നെ എഴുത്തയച്ചു വരുത്തി ക്ഷത്രിയ വേഷം കെട്ടിച്ചത് ഈ നിൽക്കുന്ന എന്റെ അച്ഛനാണ്. അപ്പൊ ഇങ്ങനെയാണ് സംഗതിയുടെ കിടപ്പല്ലേ? ഞാൻ ഈ വിവരെ തമ്പുരാനോട് പോയി ഒന്ന് പറഞ്ഞിട്ട് വരാം. അതെ, എന്നോട് ക്ഷമിക്കണം. ഇവൻ പണിയൊന്നുമില്ലാണ്ട് നടക്കണ കണ്ടപ്പോ എനിക്ക് തോന്നിയൊരു ദുർബുദ്ധിയാ. കാശ് കിട്ടി ആർക്കെങ്കിലും കഴിക്കോ? ദേ ഇവനോട് പട്ടാപ്പകല് ആണുങ്ങളെ പോലെ മുൻവശത്ത് കൂടി വരാൻ പറഞ്ഞിട്ട് ഇവൻ നട്ടപ്പാതിലേക്ക് നടി ഓടിക്കാൻ വേണ്ടി വന്നു കയറിയതായി കാലൻ. നിന്നെ പണ്ടാടകൊള്ളൂടാ. എന്റെ മക്കളെ, ഈ ഇവൻ തമ്പരാനോട് പറയല്ലേ, എന്റെ പണി പിന്നെ ഈ ഏരിയയിലെങ്ങാനും ഇനി കണ്ടുപോയോ? ഒന്നുകളെ ഞാൻ അച്ഛാ, ഇനി ഞാൻ വേറെ വല്ലതും ചെയ്യണോ? നീ ഒന്നും ചെയ്യണ്ട. എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് തരാതെ തൃപ്പത്തൂർ തമ്പുരാൻ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ 14 വർഷം എന്റെ ജീവിതത്തിലെ എല്ലാ ഹാപ്പിനെസ്സും എനിക്ക് നഷ്ടപ്പെട്ടു. 14 long years. തൃപ്പത്തൂർ കോവിലകത്തെ എല്ലാ സ്വത്തുക്കളും സ്വന്തമാക്കി എനിക്ക് സൂഹിക്കണം. I want to enjoy myself. I want to enjoy. അത് നടക്കും തോന്നില്ല. I must. എന്നെ പൊക്കി, എന്നെ പൊക്കി, ഓടിവാ. ഓടിവാ, എന്നെ രക്ഷിക്ക. പറയട്ടെ, ഇനി ഈ നാട്ടിൽ കണ്ടുപോരുത്. തൃപ്പത്തൂർ കോവിലകത്ത് തമ്പുരാക്കന്മാരാവും വന്നിരിക്കുന്നോ? വേണ്ട, അതിനിവിടെ വേറെ ആളുണ്ട്. വെറുതെ ഇവിടെ നിന്ന് കൈക്ക് പണി ഉണ്ടാക്കരുത്. അതുപോലെ നീയര അത് പിന്നീട് മനസ്സിലായിക്കോളും. പറ. നീ വാ. പറ.